എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. അധ്യാപകരെയും മാതാപിതാക്കളെയൊക്കെ അന്വേഷിക്കണം. അടുത്ത നീ നേരത്തെ എന്നെ ഒന്ന് കളിയാക്കിയല്ലോ. എന്താണ്? അതായത് ഞാൻ കണ്ണൂർ ജോലിക്ക് പോകത്തത് ഞാൻ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നതാണെന്ന് പറഞ്ഞ് പിന്നെ കളിയാക്കിയല്ലോ. അതൊക്കെ പിന്നെ പറയുന്നത് എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാനൊരു ഗായകനും കൂടെയാണ്. എന്ത് ഗായകൻ? ഞാൻ നീ വിചാരിക്കും ഞാൻ പിന്നേറ്റം പറക്കി കിടക്കുന്ന ഞാൻ ഗായകനാണ്. ഞാനൊരു പാട്ട് ചെയ്തിട്ട് അത് ലോകത്തുള്ള എല്ലാ മലയാളീസും അത് കേൾക്കുകയും ചെയ്ത് അതിനുള്ള അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എഴുതി ഞാൻ മ്യൂസിക് ചെയ്തൊരു പാട്ട്. ഏത് പാട്ട്? ഏത് പാട്ടെന്ന്? എടാ മറിയനമ്പരാട്ടുകുട്ടി പാട്ട് അറിഞ്ഞുകൂടാത്ത ഇവിടെ ആരാണ്? ഇപ്പൊ എന്തൊക്കെ മനസ്സിലായി? മറിയനമ്പരാട്ടുകുട്ടി മനസ്സിലായി? അതാ മറിയനമ്പരാട്ടുകുട്ടി ഒന്നുകൂടെ പറയുമ്പോ അവര് കൈയടിക്കുന്ന കേട്ടു നോക്കുക. അപ്പോഴും ഒന്നുകൂടെ നമുക്ക് മനസ്സിലായി. മറിയനമ്പരാട്ടുകുട്ടി വേണ്ടേ? പക്ഷെ ഒരു കാര്യമുണ്ട്, മറിയനമ്പരാട്ടുകുട്ടി പാടുമ്പോ ഡാൻസ് കളിക്കാൻ വേണ്ടി എല്ലാവരും സ്റ്റേജിൽ വരണം. ഡാൻസ് കളിക്കുന്ന കുഞ്ഞുമക്കളെല്ലാം നിങ്ങൾ രാവിലെ തൊട്ട് ഡാൻസും ഇന്നലെയും ഒക്കെ ഇട്ട് ഡാൻസും പാട്ടും ഒറ്റയൊക്കെ നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോവുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കണ്ടേ? ഓക്കെ അല്ലേ? എല്ലാം വന്നോളൂ. പിന്നെ ഈ മക്കൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് നിങ്ങളവിടെ വെറുതെ ഇരിക്കരുത്. നിങ്ങളും ഒന്ന് കൈയടിച്ചേക്കണം. ഓക്കെ?